അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു എന്ന് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദീപം എന്നാൽ വിളക്ക് എന്നാണല്ലോ. ആ വിളക്കിൽ എണ്ണയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഇല്ലാതെയാകുമ്പോൾ മനുഷ്യാത്മാവാകുന്ന ദൈവത്തിൻ്റെ വിളക്ക് കെട്ടുപോകുന്നു. അപ്പോൾ മനുഷ്യൻ എന്തെന്നില്ലാത്ത ശൂന്യത ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഒരു ദൈവകുഞ്ഞിനെ ആ ശൂന്യത അനുഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും തൻ്റെ ആത്മാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആ വ്യക്തി ദൈവാത്മാവിനായും ദൈവവചനത്തിനായും ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ ദൈവാത്മാവിനെ അനുസരിക്കാത്തവർക്കും ഈ അനുഭവം ഉണ്ടാകും. അവർ ആ സമയത്ത് സമയം പോകുന്നതിനായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ ഓടുന്നു. അറിവില്ലായ്മയാണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത്. ചിലർ പുകവലിയിൽ ആനന്ദം കണ്ടെത്തുന്നു, ചിലർ ഇൻ്റർനെറ്റിലും വിവിധ കളികളിലും ഏർപ്പെടുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയത്തിൻ്റെ ശൂന്യത അവരെ ബോറടിപ്പിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവാത്മാവിന് വസിക്കുവാൻ ഉതകുന്ന രീതിയിലാണ് മനുഷ്യാത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ആത്മാവിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിന് പകരം നാം എന്തെല്ലാം ചെയ്താലും നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യത മാറുകയില്ല. ആ ശൂന്യത നികത്തുവാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യർ പാപവഴികളിലേക്ക് തിരിയുകയും സാത്താൻ്റെ കെണിയിൽ അവർ വീഴുകയും ചെയ്യുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. 2 കാര്യങ്ങൾക്കാണ് മാൻ നീർത്തോട് അന്വേഷിക്കുന്നത്. ഒന്ന്, താൻ മറ്റു മൃഗങ്ങളാൽ വേട്ടയാടപ്പെട്ട് ഓടി ക്ഷീണിക്കുമ്പോൾ മാൻ നീർത്തോട് ആഗ്രഹിക്കും. കാരണം അത്രമാത്രം ദാഹം അതിന് ഉണ്ടാകും. ശത്രുവിൽ നിന്നും രക്ഷപ്പെടുവാൻ ഓടുന്നതിനേക്കാൾ അത്യുത്സാഹത്തോടെയായിരിക്കും മാൻ നീർത്തോടിനടുത്തേക്ക് ഓടുന്നത്. തോടിൻ്റെ അടുത്ത് എത്തിയാൽ ആർത്തിയോടെ മാൻ വെള്ളം കുടിച്ച് ക്ഷീണവും ദാഹവും മാറ്റുന്നു. മാൻ നീർത്തോട് കാക്ഷിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ശത്രുവിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ്. ദൂരവേ മാനിൻ്റെ ശത്രുക്കളായ മൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാൻ ഓടി നീർത്തോടിൽ ഇറങ്ങി മുങ്ങിക്കിടക്കുന്നു. ശത്രു തന്നെ കണ്ടെത്തി ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് മാൻ ഇപ്രകാരം ചെയ്യുന്നത്. മാനിന് എത്രത്തോളം സമയം ശ്വാസം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാമോ അത്രത്തോളം സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ മുങ്ങിക്കിടക്കുന്ന സമയം വെള്ളത്തിൻ്റെ അടിയിലൂടെ അതിന് നീന്തി രക്ഷപ്പെടുവാനുള്ള കഴിവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചില സമയത്ത് ശത്രുമൃഗത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മൂക്ക് മാത്രം മുകളിൽ പിടിച്ച് വളരെ സമയം മാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ മാനുകൾ നീർത്തോടിൻ്റെ പരിസരം വിട്ട് വളരെ ദൂരം പോകാറില്ല. കാരണം നീർത്തോട് മാനുകളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മാനുകൾ നീർത്തോടിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ നീർത്തോട് ആഗ്രഹിക്കുന്നു. ആ നീർത്തോട് ജീവനുള്ള ദൈവമായ യഹോവയായ കർത്താവാണെന്ന് മാത്രം. ഇസ്രായേൽ മക്കൾ ജീവൻ്റെ ഉറവയായ ജീവനുള്ള ദൈവത്തെ വിട്ട് വെള്ളം നിൽക്കാത്ത പൊട്ടം മരവികളായ ജീവനില്ലാത്ത ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ജീവൻ്റെ ഉറവയായ നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കാക്ഷിക്കുന്നുവെന്ന്. കോരഹ് പുത്രന്മാരാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതാനുഭവം ഈ സങ്കീർത്തനത്തിൽ നിഴലിക്കുന്നുണ്ട്. മോശയുടെ കാലത്ത് തങ്ങളുടെ പൂർവികനായ കോരഹ് മോശയോടും ദൈവത്തോടും മത്സരിച്ച് ദൈവകോപത്തിന് ഇട വരുത്തിയപ്പോൾ ദൈവം അവരുടെ പൂർവ്വപിതാവായ കോരഹിനെ കഠിനമായി ശിക്ഷിച്ചു. ഭൂമി വായ്പിളർന്ന് കോരഹിനെയും അവനുള്ള സകലരെയും സമ്പത്തിനെയും ഭൂമിക്കടിയിലേക്ക് ജീവനോടെ ഇറങ്ങിപ്പോകുമാറാക്കി. ദൈവത്തിൻ്റെ ശിക്ഷ അതിഭീകരമായിരുന്നു. കോരഹിൻ്റെയും ജീവനുള്ള
കോർഹിൻ്റെയും അവനുള്ള സകലരുടെയും കരച്ചിലിൻ്റെ ശബ്ദം സകല ഇസ്രായേൽ മക്കളും കേട്ടു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ ഭീകരമായ അവസ്ഥയിൽ കോർഹിൻ്റെ മക്കൾ അവരുടെ അപ്പനായ കോർഹിനെയും കോർഹിൻ്റെ കൂടാരത്തെയും ഉപേക്ഷിച്ച് യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അഭയം പ്രാപിക്കുവാൻ ഓടിയത് മാൻ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുവാൻ നീർത്തോടിലേക്ക് ഓടുന്നതിനേക്കാൾ അധികം ദാഹത്തോടെ ആയിരുന്നു. അവർക്കറിയാമായിരുന്നു തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങൾക്ക് അഭയം ലഭിക്കുമെന്ന്. തങ്ങളുടെ പിതാവായ കോർഹിൻ്റെ പാപത്തിന് ദൈവമാണ് അവനെയും കുടുംബത്തെയും ശിക്ഷിക്കുന്നതെങ്കിലും ശിക്ഷിക്കുന്ന അതേ ദൈവം അവൻ്റെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പാപം ചെയ്യാതെ അഭയം പ്രാപിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ദൈവം ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. കോർഹ് പുത്രന്മാർ മരിച്ചില്ല എന്ന് സംഖ്യാപുസ്തകം 26 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ജീവൻ്റെ ഉറവയായ ജീവനുള്ള ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അവർ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചു. ഇവിടെയാണ് നീതിമാനായ നമ്മുടെ കർത്താവിൻ്റെ നീതി വെളിപ്പെടുന്നത്. തങ്ങളുടെ പിതാക്കന്മാർക്കുണ്ടായ ദൈവിക വിടുതലിൽ ഈ സങ്കീർത്തനം എഴുതിയ അവരുടെ മക്കളും ദൈവത്തെ തിരിച്ചറിഞ്ഞു. അവരും ഇപ്പോൾ 42 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ജീവൻ്റെ ഉറവയായ യഹോവയിലേക്ക് അഥവാ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുക്കുവാൻ അഥവാ ചേരുവാൻ നാം ആഗ്രഹിച്ചാൽ ഉള്ള ഗുണവിശേഷങ്ങൾ 91 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യേശു നമ്മുടെ സങ്കേതവും കോട്ടയും ആകും. സങ്കേതം സുരക്ഷിതമായ ശത്രുഭയം കൂടാതെ താമസിക്കുവാനുള്ള ഇടമാണ്. കോട്ടമതിലായി നിന്ന് യേശു നമ്മെ രക്ഷിക്കുന്നു. അവൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. സമാധാനത്തിനാണെങ്കിലും ദൈവിക സന്തോഷത്തിനാണെങ്കിലും മുട്ടുണ്ടാവുകയില്ല. മറ്റേത് രീതിയിൽ നാം സമാധാനം ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ ചെന്നാലും രാത്രിയാകുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടവരായി നാം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നാൽ അവൻ നമുക്ക് നദി പോലെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നൽകിത്തരും. അതുകൊണ്ടാണ് പത്രോസ് കാരാഗൃഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ പട്ടാളക്കാരുടെ നടുവിൽ ആയിരുന്നിട്ടും സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം വരുന്നെങ്കിൽ രോഗമാണെങ്കിലും സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും സ്നേഹിതർ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ആണെങ്കിലും യേശു നമ്മെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കും. മാനിന് നീർത്തോടിലേക്ക് പോകുവാൻ ആർത്തിയുള്ളതുപോലെ യേശുവിൻ്റെ പാദപീഠം വിശ്രമിക്കുവാൻ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം എന്ന് മാത്രം. മറ്റെവിടെ ചെല്ലുന്നതിനും നമ്മിലെ പാപം തടസ്സമാവുകയില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ പാപം ചെയ്യുന്നത് ഉപേക്ഷിക്കേണ്ടി വരും. ലേവ്യ പുസ്തകത്തിൽ യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. നുണ പറയുന്നതിനുള്ള പ്രവണത, മറ്റുള്ളവരെ ചതിക്കുക, വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക, ഫോട്ടോയെ നോക്കി പ്രാർത്ഥിക്കുക, മരിച്ചവരോട് പ്രാർത്ഥിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്കെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദൈവം വെറുക്കുന്ന പാപം ആണെന്ന് ഉള്ളതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഈ കേട്ട കാര്യങ്ങളെല്ലാം നാം ഉപേക്ഷിച്ചൊരു നിർമ്മല ഹൃദയത്തോടെ നാം യേശുവിൻ്റെ അടുക്കൽ വരാമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാന്തത യേശു മാറ്റിത്തരും. മരണഭയം യേശു മാറ്റിത്തരും. രോഗത്തെ യേശു മാറ്റിത്തരും. പാപത്തെ വെറുത്ത് യേശുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനൊരു ആഗ്രഹം നമുക്കുണ്ടായാൽ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുവാനുള്ള വഴി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാട്ടിത്തരും. പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ആ നീർത്തോടിൻ്റെ സമീപം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തപ്പോഴും യേശുവിനോട് കൂടെ ജീവിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. യേശുവിന് വാക്ക് പാലിക്കുവാനുള്ള കഴിവുണ്ട്. യേശു വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ആ യേശുവിനെ നമുക്ക് വിശ്വസിക്കാം, അവനെ നമുക്ക് പിൻപറ്റാം. ആശ്വാസം കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഭവനത്തെയും നിറയ്ക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്കും ജീവൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും അവനെ പ്രസാദിപ്പിക്കുകയും
അവൻ്റെ സമാധാനം നമ്മിൽ വാഴുവാൻ തക്കവണ്ണം യേശുവിനോട് കൂടെ നടക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും പ്രത്യാശയും കൊടുക്കണമേ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.